രാജ്യ തലസ്ഥാനം എന്തായാലും അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. താരിഖിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അർജുൻ പീതാംബരൻ അവിടെ തുടരുന്നുണ്ട്. അർജുൻ, താരിഖിലേക്ക് അന്വേഷണം വിശദമായി തന്നെ നീങ്ങുമ്പോൾ താരിഖ് ഈ വാഹനം വാങ്ങിയിട്ടിപ്പോൾ എത്ര നാളായി? ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് താരിഖിന്റെ കയ്യിൽ ഈ വാഹനം എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക്, ഇത്ര വലിയൊരു അപകടത്തിലേക്ക് ആ വാഹനം തന്നെ ചെന്ന് നിൽക്കുമ്പോൾ ആ വാഹനം വാങ്ങിയത് ഇത് ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണോ എന്നുള്ള നിരവധി സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അതൊക്കെ ബലപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ടാകുമല്ലേ? ഹിമ, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് താരിഖിലേക്ക് ഈ വാഹനം എത്തുന്നത്. കൃത്യമായിട്ടുള്ള തീയതി പറയുകയാണെങ്കിൽ ഒക്ടോബർ 29-നാണ് താരിഖ് ഈ കാറ് വാങ്ങിയത് എന്നുള്ള വിവരമാണ് ഡൽഹി പോലീസ് നൽകിയിരിക്കുന്നത്. അതായത് 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ആ താരിഖ് വാങ്ങിയ കാർ തന്നെ പിന്നീട് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്നു. അന്വേഷണങ്ങൾ നേരെ വിരൽ ചൂണ്ടുന്നതും താരിഖിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം കൂടിയാണ്. ഇതിനു മുൻപ് പല മുതലാളിമാർ ഈ കാറിനുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ആളാണ് സൽമാൻ എന്ന് പറയുന്ന ഗുരുഗ്രാം സ്വദേശി. അയാളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. അയാളിലൂടെ രണ്ടാമത്തെ ഓണറായിട്ടുള്ള ദേവേന്ദ്ര, അയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. രണ്ടുപേരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഈ കാറ് അവസാനമായി ചെന്നെത്തിയത് ഈ താരിഖിലേക്കാണ്. അയാൾ പുൽവാമ സ്വദേശിയാണ്. അയാളും ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം തുടങ്ങിയിട്ടുള്ള അനുമാനങ്ങളിലേക്കെല്ലാം തന്നെ ഡൽഹി പോലീസ് എത്തിയതും പിന്നീട് ഇതിനെ ഒരു ഭീകരാക്രമണവുമായി ട്രീറ്റ് ചെയ്ത് അത്തരത്തിൽ തന്നെ ഈ സംഭവത്തെ സമീപിച്ച് തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. പിന്നാലെ ഇന്ന് പുലർച്ചെയോടെയാണ്, അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇതിൽ UAPA അടക്കം ഉള്ള വകുപ്പുകൾ ചുമത്തിയതും അതിന്റെ കൂടുതൽ വ്യാപ്തിയിലുള്ള അന്വേഷണം എല്ലാം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിലവിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവത്തെ, ഈ സ്ഫോടനത്തെ ബന്ധിപ്പിക്കാം. അതായത് ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ, ഈ ഒരു സംഭവത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ചെന്ന് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഫരീദാബാദിലെയും അതുപോലെ മറ്റിടങ്ങളിലെയും ജമ്മു കാശ്മീരിലടക്കം നടന്നിട്ടുള്ള അറസ്റ്റുകളിലേക്കാണ്, സഹറാൻപൂരിലടക്കം നടന്നിട്ടുള്ള അറസ്റ്റുകളിലേക്കാണ് ഈ ഒരു സംഭവത്തെ ഇപ്പോൾ ബന്ധിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് പറയുന്നത്. അതായത് കട്ട് ആൻഡ് റൈറ്റ് ആയി ഇവരൊരു ഭീകരാക്രമണം സംഭവിച്ചു എന്നുള്ള കാര്യം പറയുന്നില്ല, അത് സ്ഥിരീകരിക്കുന്നില്ല. എങ്കിൽ പോലും അന്വേഷണങ്ങൾ, അതുപോലെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കേസുകൾ, വകുപ്പുകൾ, അന്വേഷണം പോകുന്ന രീതി, ഇതെല്ലാം കൂടി ഏകദേശം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം മാത്രമാണ്, സംഭവിച്ചത് ഭീകരാക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ, ചാന്ദിനി ചൌക്കിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുക എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി 14-ാം തീയതിയാണ് പുൽവാമയിൽ ഇത്തരത്തിൽ തന്നെ ഒരു വാഹനം, സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം, അത് ജവാന്മാരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റി നിരവധി ജവാന്മാർക്ക് ജീവൻ പൊളിഞ്ഞത്. അന്ന് അതൊരു സൂയിസൈഡ് ബോംബിംഗ് ആയിരുന്നു, ഒരു ചാവേർ ആക്രമണമായിരുന്നു. സമാനമായി അതേ മാതൃകയിൽ ഒരു ചാവേർ ആക്രമണം തന്നെയാണ് ഡൽഹിയിലും പദ്ധതിയിട്ടത് എന്ന സംശയം തന്നെയാണ് പോലീസിനുള്ളത്. പ്രത്യേകിച്ചും താരിഖിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ കാറിനകത്തുണ്ടായിരുന്നത് താരിഖ് ആണെന്നും പൊട്ടിത്തെറിയിൽ താരിഖ് ചിഹ്ന ഭിന്നമായി പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ അല്പം മുൻപ് കാണിച്ച ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു ദൃശ്യമുണ്ട്. ഈ പാർക്കിംഗ് ലോട്ടിൽ നിന്നും കാർ മുന്നോട്ട് വരുന്നു, പുറത്തേക്ക് വരുമ്പോൾ എടുത്ത CCTV-യിൽ പതിഞ്ഞിട്ട ദൃശ്യം. അതിൽ കറുത്ത മുഖംമൂടി ഇട്ടിട്ടുള്ള ഡ്രൈവർ, ആ ഡ്രൈവർ മാത്രമായിരുന്നു കാറിലുള്ളത് എന്നാണ് അവസാനമായി ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതായത് ഈ കാറിൽ ഉണ്ടായിരുന്നത് താരിഖ് ആണെങ്കിൽ താരിഖ് മാത്രമാണ് ഈ പദ്ധതി മെനഞ്ഞ ശേഷം ഈ ആക്രമണം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ്. അതായത് കാറിനകത്ത് ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദരിയാഗഞ്ചിൽ നിന്നാണ്, ദരിയാഗഞ്ച് എന്ന് പറയുന്നത് ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ്. ദരിയാഗഞ്ചിൽ നിന്നാണ് ഈ കാറ് ഈ സിഗ്നലിലേക്ക് സമീപത്തുള്ള പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തുന്നതും പിന്നീട് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നതും. ഇപ്പോൾ ഈ ദരിയാഗഞ്ചിലേക്ക് ഈ കാർ എത്തിയിട്ടുള്ള റൂട്ടുകൾ അത് പരിശോധിച്ച് വരികയാണ്. അതിൽ ഡൽഹിക്കകത്തെ റൂട്ടുകൾ ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട കശ്മീരി ഗേറ്റ് അടക്കമുള്ള മേഖലകൾ, അവിടെ വഴിയാണ് കാറ് ദരിയാഗഞ്ചിലേക്ക് എത്തിയിട്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് പുൽവാമ ദരിയാഗഞ്ചിൽ നിന്നാണ് ചെങ്കോട്ട മേഖലയിലേക്ക് എത്തിയത്. ദരിയാഗഞ്ചിലേക്ക് എത്തിയത് എങ്ങനെ എന്ന് പരിശോധിച്ചു വരികയാണ്. അതിനായി 100-ലധികം CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാറിൽ 3 പേരുണ്ടായിരുന്നു എന്നൊരു സംശയമായിരുന്നു ഉണ്ടായത്. പക്ഷേ കാറിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള
വിവരത്തിലേക്കാണ് ഇപ്പോൾ ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നത്. കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ മാത്രമാണ് പൊട്ടിത്തെറിക്ക് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ മാത്രമാണ് കാറിലുണ്ടായത്. അത് താരിഖാണോ എന്നത് സംബന്ധിച്ച് ഒരു സംശയമുണ്ട്. അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ചാവേർ ആക്രമണമാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ആ കാറിലുണ്ടായിരുന്നത് താരിഖാണെങ്കിൽ ആ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി പൊട്ടിത്തെറിച്ചു പോയിരിക്കാം. എന്തായാലും താരിഖിനെ കേന്ദ്രീകരിച്ച് അയാൾ എവിടെയാണ് എന്നതൊക്കെ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. വാഹനത്തിലുണ്ടായത് താരിഖ് തന്നെയാണോ എന്നറിയാനുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. സ്ഫോടനത്തിന് തൊട്ടു മുൻപ് ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കാറിലുണ്ടായത് ഒരാൾ മാത്രമാണ്. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് കേന്ദ്രത്തിൽ ലഭിച്ച CCTV ദൃശ്യത്തിൽ നിന്നാണ് അത് വ്യക്തമായത്.